കർണാമൃതം ഒരു ദേവതാ സംഗമ വേദി ശ്രോതാക്കൾക്ക് സുസ്വാഗതം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നവരാത്രി ദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. എന്താണ് നവരാത്രി? എന്താണ് നവരാത്രി ആഘോഷം? ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലേ? തിന്മയുടെ മേൽ ധർമ്മം നേടിയ വിജയത്തെ ആഘോഷിക്കുന്ന 9 ദിവസത്തെ ഉത്സവമാണ് നവരാത്രി ഉത്സവം. ആദിപരാശക്തിയുടെ 9 ഭാവങ്ങളെ 9 ദിവസങ്ങളായി ആരാധിക്കാനുള്ള കാലം കൂടിയാണ് നവരാത്രി കാലം. ദേവീ ഉപാസനയ്ക്കും ദേവീ പ്രീതിക്കുമുള്ള ഉത്തമ മാർഗമാണ് ഈ ദിവസങ്ങളിൽ നാം വ്രതമെടുക്കുന്നത്. എല്ലാവരും നവരാത്രി വ്രതം എടുക്കാറുണ്ട്. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞു വരുന്ന വെളുത്തപക്ഷ പ്രഥമ മുതൽ നവമി വരെയുള്ള ദിവസങ്ങളാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഇതനുസരിച്ച് ഈ വർഷത്തെ നവരാത്രി വ്രതം ആരംഭിക്കേണ്ടത് സെപ്റ്റംബർ 22 തിങ്കളാഴ്ച, അതായത് ഇന്നാണ്. എല്ലാവരും വ്രതം തുടങ്ങിക്കഴിഞ്ഞു എന്നെനിക്കറിയാം. പൊതുവെ നവരാത്രി കാലത്ത് ആദ്യ 3 ദിനം പാർവതീ ദേവിക്കും, അടുത്ത 3 ദിനം ലക്ഷ്മി ദേവിക്കും, അവസാന 3 ദിനം സരസ്വതി ദേവിക്കും പ്രാധാന്യം നൽകി വരുന്നു. ദുർഗാഷ്ടമി നാളിൽ ദുർഗയായും, മഹാനവമി ദിനത്തിൽ ലക്ഷ്മിയായും, വിജയദശമിയിൽ സരസ്വതിയായും നാം ദേവിയെ ആരാധിക്കുന്നു. നമ്മളിൽ പലരും എന്താണ് കരുതിയിരിക്കുന്നതെന്നറിയാവോ? വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ നവരാത്രി വ്രതം എന്നൊക്കെ. എന്നാൽ അങ്ങനെയല്ല. വിദ്യാർത്ഥികൾ മാത്രമല്ല നവരാത്രി വ്രതം ആചരിക്കേണ്ടത്. ഏത് പ്രായത്തിലുള്ളവർക്കും മാതൃസ്വരൂപിയായ ദേവിയുടെ അനുഗ്രഹത്തിനായി ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. പൊതുവെ നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ, സപ്തമി, അഷ്ടമി, നവമി തുടങ്ങിയ ദിനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ ഈ ദിനങ്ങളിൽ മാത്രം വ്രതം അനുഷ്ഠിക്കുന്നവരും നമ്മൾക്കിടയിലുണ്ട്. നവമി 2 ദിവസങ്ങളിലായി വരുന്നതിനാൽ ഈ വർഷം 11 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതാചരണമാണ് ഉള്ളത്. നവരാത്രി വ്രതകാലങ്ങളിലെല്ലാം ഭദ്രദീപം, അതായത് എന്താണ് ഭദ്രദീപം? 5 തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുന്നതാണ് ഭദ്രദീപം. ഇങ്ങനെ ഭവനങ്ങളിൽ ഭദ്രദീപം തെളിയിക്കുന്നത് സർവൈശ്വര്യം നേടിത്തരും എന്ന് പറയുന്നു. ഈ 2 തിരികൾ കൈകൂപ്പുന്ന വിധത്തിൽ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, വടക്ക് കിഴക്ക് എന്നീ ദിശകളിൽ തിരിയിടുക. വിളക്ക് തെളിയിക്കുമ്പോൾ ആദ്യം കിഴക്കേ കോണിലെ തിരി തെളിയിക്കണം. ശേഷം പ്രദക്ഷിണമായി തെക്ക്, വടക്ക്, വടക്ക് കിഴക്ക് എന്നീ ക്രമത്തിൽ വേണം വിളക്ക് തെളിയിക്കാൻ. മനസ്സിനെയും ശരീരത്തിനെയും ശുദ്ധമാക്കാനുള്ള വ്രതകാലയളവാണ് നവരാത്രി വ്രതം. ഈ നാളുകളിൽ സൂര്യോദയത്തിനു മുമ്പേ കുളിച്ച് നിലവിളക്കിന് മുമ്പിലിരുന്ന് ദേവീസ്തുതികൾ ജപിക്കണം. അതിലേറ്റവും ഉത്തമം ഏതാണ്? നവരാത്രി ദിനങ്ങളിലായാലും ഏത് ദിനങ്ങളിലായാലും ദേവീസ്തുതികളിൽ ഏറ്റവും ഉത്തമം ലളിതാ സഹസ്രനാമ ജപം തന്നെ. ഈ കാലയളവിൽ മാംസാദികൾ പൂർണ്ണമായും നമ്മൾ വർജിക്കണം. സാധ്യമാകുമെങ്കിൽ അരിഭക്ഷണം 1 നേരമാക്കി ചുരുക്കുക. വ്രതം അനുഷ്ഠിക്കുന്നവർ ഭക്ഷണത്തിൽ മാത്രമല്ല വാക്കിലും പ്രവൃത്തിയിലും കൂടി ശുദ്ധി വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വ്രതദിനങ്ങളിൽ ക്ഷേത്ര ദർശനം വളരെ ശ്രേഷ്ഠമാണ്. ദേവീ ക്ഷേത്ര ദർശനം. ദേവീ പ്രീതിയിലൂടെ സർവ്വ ഐശ്വര്യത്തിനും നവരാത്രി വ്രതം കാരണമാകുന്നു. മാതൃസ്വരൂപിണിയായ ജഗദീശ്വരിയെ നവരാത്രി ദിനങ്ങളിൽ 9 ഭാവത്തിൽ ആരാധിക്കുന്നു എന്ന് നാം ഇവിടെ പറഞ്ഞു. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രകണ്ഠേതി, കൂഷ്മാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമാദേതി, ഷഷ്ടം കാർത്യായനീതി ച, സപ്തമം കാളരാത്രീതി, മഹാഗൗരീതി ചാഷ്ടകം, നവമം സിദ്ധിദാ പ്രോക്ത, നവദുർഗാ പ്രകീർത്തിക. നവദുർഗാദേവിമാരെ ദേവീ കവചത്തിൽ ഇപ്രകാരം പറയുന്നു. നവദുർഗാദേവിമാരിൽ 1ാമത്തെ ദുർഗയാണ് ശൈലപുത്രി. ആദ്യ ദിവസം ആരാധിക്കേണ്ടതും ദേവി ശൈലപുത്രിയെ ആണ്. സർവമംഗളമംഗല്യേ
ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരീ നാരായണീ നമോസ്തുതേ. പർവ്വതരാജാവായ ഹിമവാന്റെയും മേനാദേവിയുടെയും മകളായ ശ്രീ പാർവതി തന്നെയാണ് ശൈലപുത്രി. പർവ്വതരാജൻ്റെ മകളായതിനാൽ ദേവി പാർവതിയെന്നും, ശൈലത്തിൻ്റെ അതായത് ഹിമാലയത്തിൻ്റെ മകളായതിനാൽ ശൈലപുത്രി എന്നും അറിയപ്പെടുന്നു. പൂർവജന്മത്തിൽ ദക്ഷൻ്റെ പുത്രിയായ സതിയായിട്ടായിരുന്നു ശൈലപുത്രി അവതരിച്ചത്. നന്ദി എന്ന വൃഷഭത്തിൽ ആരൂഢയായി ഇരുകരങ്ങളിൽ ത്രിശൂലവും താമരയുമേന്തി നിൽക്കുന്ന ദുർഗാഭാവമാണ് ദേവിക്ക്. പൂർവജന്മത്തിലെ സതീദേവിയെപ്പോലെ ദേവി ഈ ജന്മത്തിലും പരമശിവന്റെ അർദ്ധാംഗിനിയാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തികൾ ഒന്നുചേർന്ന മൂർത്തീഭാവമാണ് ശൈലപുത്രി. സതി, ഭവാനി, പാർവതി, ഹേമവതി തുടങ്ങിയ നാമങ്ങളും ശൈലപുത്രിക്കുണ്ട്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പ്രകൃതിയാകുന്ന മാതൃസ്വരൂപമാണ് ശൈലപുത്രി. മൂലാധാരത്തിൽ കുടികൊള്ളുന്ന ശക്തിയുടെ അപരഭാവം കൂടിയാണ് ശൈലപുത്രി. ശൈലപുത്രി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൂജാപുഷ്പം മുല്ലപ്പൂവാണ്. ദേവീക്ഷേത്രത്തിൽ നവരാത്രി കാലത്തെ ആദ്യ ദിനം മുല്ലപ്പൂ സമർപ്പിക്കുന്നത് ശ്രേഷ്ഠമാണ്. ദേവീക്ഷേത്ര ദർശന വേളയിൽ ശൈലപുത്രി ദേവീസ്തുതി ജപിക്കുന്നതും ഉത്തമമാണ്. യാ ദേവീ സർവഭൂതേഷു ശൈലപുത്രിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ദേവീ പൂജയ്ക്ക് ജപിക്കേണ്ട മന്ത്രം എന്താണെന്നല്ലേ? വന്ദേ വാഞ്ചിതലാഭായ ചന്ദ്രാർത്ഥാകൃതശേഖരാം വൃഷഭാരൂഢാം ശൂലധരാം ശൈലപുത്രീം യശസ്വിനീം ശൈലപുത്രീം യശസ്വിനീം. ഈ മന്ത്രം ഭക്തിപൂർവം ശൈലപുത്രിയായ ദേവിയെ സങ്കല്പിച്ച് ജപിക്കുക. അപ്പോൾ നവരാത്രി ദിനങ്ങളിൽ ശുദ്ധ മനസ്സോടെയും വ്രതാനുഷ്ഠാനങ്ങളോടെയും നമ്മൾ ദേവിയെ സ്മരിക്കാം. എല്ലാ പ്രിയമിത്രങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് മിനി മുരളി.